തായ്ലൻഡ്. നിറങ്ങളും ശബ്ദങ്ങളും കഥകളും ചേർന്നൊരു ദേശം. ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ കാലങ്ങളായി മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്: ടുക് ടുക്. അതെ, ഇതാണ് ആ ടുക് ടുക്. കണ്ടാൽ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷയെപ്പോലെ ഒരുവൻ. ഒരു വാഹനം മാത്രമല്ല ടുക് ടുക്. തായ്ലൻഡിലെ നഗരജീവിതത്തിന്റെ ഹൃദയമിടിപ്പാണിത്. ബാങ്കോക്കിന്റെ തിരക്കേറിയ വഴികളിലും ചിയാങ് മായിയുടെ ശാന്തമായ തെരുവുകളിലും പട്ടായയുടെ ടൂറിസ്റ്റ് സ്ട്രീറ്റുകളിലും ടുക് ടുക് എവിടെയും നമുക്ക് കാണാം. ടുക് ടുക് എന്ന പേര് വന്നത് ഈ വാഹനത്തിന്റെ എഞ്ചിനോടുമ്പോൾ കേൾക്കുന്ന ടുക് ടുക് എന്ന ശബ്ദത്തിൽ നിന്നാണ്. ആ ശബ്ദം തന്നെയാണ് ആദ്യ യാത്രയിൽ തന്നെ നമ്മെ ഇതിൽ പിടിച്ചിരുത്തുന്നതും. ഈ വാഹനത്തിന്റെ ചരിത്രം നമ്മെ കൊണ്ടുപോകുന്നത് 1930കളിലെ ജപ്പാനിലേക്കാണ്. 3 ചക്രവാഹനങ്ങളുടെ ആശയം പിന്നീട് തായ്ലാൻഡിലെത്തിയപ്പോൾ അവിടുത്തെ കാലാവസ്ഥയ്ക്കും ഇടുങ്ങിയ റോഡുകൾക്കും അനുസരിച്ച് പൂർണ്ണമായും മാറി. 1950കളോടെ ടുക് ടുക് ബാങ്കോക്കിന്റെ ഭാഗമായി തീർന്നു. ഇന്നത് തായ്ലൻഡിന്റെ ഒരു ഐക്കണാണ്. ഓട്ടോറിക്ഷയെപ്പോലെ തന്നെ ടുക് ടുക്കിന് 3 ചക്രങ്ങളുണ്ട്. ഓപ്പൺ സൈഡ് ഡിസൈൻ യാത്രക്കാർക്ക് നഗരക്കാഴ്ചകൾ നേരിട്ട് അനുഭവിക്കാൻ സഹായിക്കുന്നു. 2 മുതൽ 4 പേർക്ക് വരെ ഒരേ സമയം യാത്ര ചെയ്യാം. മുകളിൽ ക്യാൻവാസ് അല്ലെങ്കിൽ മെറ്റൽ റൂഫാണ്. ഇന്ന് പല ടുക് ടുക്കുകളും നിറമേറിയ പെയിന്റിങ്ങും LED ലൈറ്റുകളും മ്യൂസിക് സിസ്റ്റവും ഉള്ളവയാണ്. ടുക് ടുക്കുകളിൽ സാധാരണയായി മീറ്റർ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് വില ചർച്ച ചെയ്ത് ഉറപ്പാക്കണം. ചെറിയ യാത്രകൾക്കാണ് ഇത് ഏറ്റവും അനുയോജ്യം. ടുക് ടുക് ഡ്രൈവർമാർ തായ് തെരുവുകളുടെ കഥ പറയുന്നവരാണ്. പലരും തലമുറകളായി ഈ ജോലി ചെയ്യുന്നവരുമാണ്. അവർ നിങ്ങളെ തായ്ലൻഡിലെ ടൂറിസ്റ്റ് മാപ്പിൽ ഇല്ലാത്ത പല രഹസ്യ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും. അതേസമയം ചില ഷോപ്പിംഗ് സ്റ്റോപ്പുകൾ കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഉണ്ടാകാമെന്നതിനാൽ ജാഗ്രതയും ആവശ്യമുണ്ട്. പരിസ്ഥിതി ചിന്ത ശക്തമായതോടെ ഇന്ന് ഇലക്ട്രിക് ടുക് ടുക്കുകളും തായ്ലൻഡിൽ വ്യാപകമാകുന്നു. ശബ്ദവും പുകയുമില്ലാത്ത ടുക് ടുക്കുകളും ഇന്ന് തെരുവുകളിൽ കാണാം. ടുക് ടുക്കിൽ ഒരു യാത്ര എന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊന്നിലേക്ക് പോകൽ മാത്രമല്ല. അത് തായ്ലൻഡിന്റെ ശബ്ദവും നിറങ്ങളും മനുഷ്യരുമൊക്കെ ഒരേ സമയം അനുഭവിക്കുന്ന ഒരു ചെറിയ സാഹസമാണ്.